അതായത് സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഒരു മാസത്തിനകം വേറൊരാളുടെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കത് അതിനോട് യോജിക്കാൻ കഴിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുധി മരിച്ചിട്ട് ഒരു മാസത്തിന് ശേഷം രേണു മറ്റൊരാളുടെ കുട്ടീനെ അബോർഷൻ ചെയ്തെന്നാണ് ഹനാൻ പറയുന്നത്. ഹനാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടില്. ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ഉള്ളപ്പോഴും ഈ സുചേട്ട അറിയാണ്ട് ഇവൾക്ക് 1-2 റിലേഷൻ ഉണ്ടായിരുന്നു. അത് ഇവള് സംസാരിച്ചപ്പോ തന്നെ ഇവളുടെ വായിന്ന് വന്ന കാര്യങ്ങളാണ്. സത്യം പറയുവാണെങ്കിൽ ഹനാൻ ഈ കാര്യം തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണമായിരുന്നു. ഈ സംഭവം നടന്നിട്ട് 10 വർഷം കഴിഞ്ഞിട്ടല്ല വന്ന് പറയേണ്ടത്. ഹനാൻ ഇപ്പൊ വന്ന് ഇത് പറഞ്ഞതിന്റെ ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹനാൻ ഈ പറഞ്ഞ നുണയാണെങ്കിൽ രേണുവിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. മാനമുള്ള ആരാണെങ്കിലും കൊടുക്കും. ഇത് നുണയാണെങ്കിൽ രേണു തനിക്കെതിരെ എന്ത് വന്നാലും രൂക്ഷമായിട്ട് വിമർശിക്കുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഹനാനെതിരെ വിമർശിക്കുന്നുമില്ല, കേസ് കൊടുക്കുന്നില്ല. അതിന്റെ അർത്ഥം ചിലപ്പോൾ ഇത് സത്യമായിരിക്കും. ആ മനുഷ്യനെ വിൽക്കല്ലേ ചെയ്യണേ, ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇവിടെ സെല്ല് ചെയ്യല്ലേ ചെയ്യണം അങ്ങനെ ഒരാളെ. അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അല്ല, അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളും ലോകത്തുള്ള ഒരാളും സപ്പോർട്ട് ചെയ്യില്ല. അതായത് സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഒരു മാസത്തിനകം വേറൊരാളുടെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കത് അതിനോട് യോജിക്കാൻ കഴിയില്ല. വേറൊരു കാര്യം പറയുവാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് അടുത്താണ് ചങ്ങനാശ്ശേരി. അവിടെ നിന്ന് എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. രേണു ഹനാനും ഒരിടത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഇവർ നല്ല ഫ്രണ്ട്സ് തന്നെയായിരുന്നു. ഈ ഹനാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമുണ്ട്. പക്ഷെ രേണു പോയിട്ട് അബോർഷൻ ചെയ്തോന്നൊന്നും ഞാൻ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നില്ല. കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ രേണുവിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇട്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. കാരണം കുറെ ആൾക്കാർ വന്നിട്ട് ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. ഇതിൽ ഞാൻ വന്നിട്ട് അഭിപ്രായം പറഞ്ഞെന്ന് ഓർത്തോണ്ട് ഞാൻ ഇത് ലീക്കാക്കി വിടുവൊന്നുമല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ സുധിയുടെ പേര് പറഞ്ഞ് ഒരുപാട് പേര് വന്നിരുന്നു. അതായത് സുധിക്ക് ഒരുപാട് പേരുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ രേണുവിന്റെ പേരിൽ അത് വരുമ്പോഴത്തേനും രേണുവിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഇപ്പൊ സുധി രേണുവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ, രേണു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും രേണുവിനെ വിമർശിക്കായിരുന്നു. കാരണം രേണു ചെയ്തത് തെറ്റാണെന്ന് പറയായിരുന്നു. പക്ഷെ സുധിക്കും വേറെ റിലേഷൻ ഉണ്ട്, രേണുവിനും വേറെ റിലേഷൻ ഉണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് ചെയ്യുന്നുണ്ട്. സുധി മരിച്ചു കഴിഞ്ഞ് ഒരുപാട് പെണ്ണുങ്ങൾ സുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഇതുവരെ ഒരാണ് പോലും രേണുവിന്റെ പേര് പറഞ്ഞ് രേണു ചതിച്ചെന്ന് പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. നിങ്ങൾ പറയുമായിരിക്കും മരിച്ചുപോയ ആളെങ്ങനെയൊന്നും പറയരുതെന്ന്. കാരണം മരിച്ചുപോയെന്ന് പറഞ്ഞോണ്ടേ ആരും പുണ്യവാളന്മാരാകുന്നില്ലല്ലോ. മരിച്ചുപോയ ആൾക്കാർ മരിച്ചുപോയി. അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ കുറ്റപ്പെടുത്തുമ്പോഴാണ് അത് ഏറ്റവും വലിയ പെയിൻ ആകുന്നത്. ഇവള് വന്ന് പറഞ്ഞു, ഇവളെ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഇവളുടെ അത്ര പ്രായമില്ല, പയ്യൻ എത്ര 20 വയസ്സാണ് ഉള്ളൂ എന്ന് കേൾക്കണം. 20-25 അതിന്റെ ഉള്ളിലുള്ള പയ്യനെ പ്രായം. ആ പയ്യനായിട്ട് എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്തായി ഫിസിക്കലി റിലേഷനായി. അങ്ങനെ റിലേഷനായിട്ട് ഇവള് പ്രഗ്നന്റ് ആയി. ഇവള് പ്രഗ്നന്റ് ആയി. അപ്പൊ എന്താ വെച്ചാ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും പിന്നെ ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തൊരു ചേച്ചി കൂടിയിട്ടായിരുന്നു. ഈ 3 പേർക്ക് കാര്യം അറിയുള്ളായിരുന്നു. പക്ഷെ വേറെ ആരൊക്കെയോ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പൊ രേണു ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുവാണെങ്കിൽ സുധിയുടെ പേര് മാർക്കറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ രേണു ജീവിക്കുന്നത്. ഇപ്പൊ രേണു പൈസ ഉണ്ടാക്കുന്ന പോലും രേണുവിന്റെ സ്വന്തം ഐഡന്റിറ്റി വെച്ചല്ല. ഈ രേണു ചെയ്യുന്ന പോലെ എക്സ്ക്ലൂസീവ് വീഡിയോസ് ഒക്കെ നിമിഷ വിജയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിമിഷ വിജയ് ഒരിക്കലും മറ്റുള്ളവരുടെ ഐഡന്റിറ്റി വെച്ചിട്ടല്ല പുള്ളിക്കാർ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതായത് സ്വന്തം ഐഡന്റിറ്റി വെച്ചിട്ടാണ്. ഭർത്താവിന്റെയോ മക്കളുടെയോ ഐഡന്റിറ്റി വെച്ചിട്ട് പുള്ളിക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. രേണു അങ്ങനെയല്ല, എപ്പോഴും സുധിച്ചേട്ടന്റെ പേര് വെച്ചിട്ടാണ് എല്ലാ പോക്കൃത്തരവും കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ രേണുസുധിനെ കുറിച്ച് കുറ്റം പറയുന്നത്. അതായത് സുധിച്ചേട്ടൻ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് രേണു അബോർഷൻ ചെയ്യുന്നത്. അത്ര സ്നേഹമുള്ള ഒരു ഭാര്യയാണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ പരിപാടി കാണിക്കത്തില്ല. അതായത് ഇത് നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്നത് വേറെ ആൾ കുഞ്ഞുണ്ടാവുന്ന ഒരു തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഒരു പാർട്ട്ണർ മരിച്ച് സ്വാഭാവികമായിട്ട് എനിക്ക് മരിച്ച ഉടനെ 1 മാസം കഴിയുമ്പോഴേക്കും വേറൊരാളുടെ ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ല. ഒരല്പം സ്നേഹവും മനസാക്ഷിയും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹം എന്ന് പറയുന്ന സ്നേഹാനുഗം ഈ പറയുന്നൊക്കെ എപ്പോഴും സൂചിച്ചേട്ടെന്ന് പറയുന്നില്ലേ, അതിന്റെ ഒരു അംശം, ഇപ്പൊ ആത്മാർത്ഥതയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ മാസത്തിൽ തന്നെ പോയിട്ട് വേറൊരാൾക്ക് പ്രഗ്നന്റ് ആവും. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സുധിച്ചേട്ടൻ ഉള്ള സമയത്തും രേണുവിന് 20 വയസ്സുള്ള ഒരു ചെക്കനുമായിട്ട് അവിഹിതം ഉണ്ടായിരുന്നതാണ്. ഒരു ചെക്കനായിട്ട് മാത്രമല്ല ഒരുപാട് പേരുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നെന്നാണ് ഹനാൻ പറയുന്നത്. കാരണം അനിയന്റെ പ്രായമുള്ള ചെക്കന്മാരും ഒക്കെ ആയിട്ട് എനിക്കറിയത്തില്ല അതെന്താ അങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോ ആ സമയത്ത് എനിക്ക് സൂചിച്ചിട്ടുണ്ടായിരുന്നപ്പോ തന്നെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ചേട്ടൻ പ്രോഗ്രാമിന് പോകാൻ പറയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ടോക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ആ ടോക്ക് വന്നിട്ട് അപ്പൊ തന്നെ അത് വിഴുങ്ങും ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ അങ്ങനെ പോയിരുന്നില്ല. പിന്നെ അതൊന്നും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അത് മാറ്റി. അതായത് സുധി പ്രോഗ്രാമിന് പോകുമ്പോഴത്തേനും ആരുമായിട്ടെങ്കിലും റിലേഷൻ ആയിട്ടുണ്ടെങ്കിൽ സുധി അറിയത്തില്ലല്ലോ. സുധി അറിയാതെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. രേണു അബോർഷൻ ചെയ്യാൻ പോയ ഹോസ്പിറ്റലിലെ പല ആൾക്കാർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ് പറയുന്നത്. മീഡിയക്കാരൊക്കെ കുറെ ആളുകൾ അറിഞ്ഞു, പക്ഷെ അവർ പുറത്തു വിട്ടില്ലെന്നാണ് പറയുന്നത്. ഹനാൻ പറഞ്ഞ പഴയ കഥകൾ വീണ്ടും വോയിസ് ആയിട്ട് കുത്തിപ്പൊങ്ങുന്നുണ്ട്. പലരും അത് ഇടുന്നുണ്ട്, പലരും എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ലാത്തവരോടൊക്കെ എടുത്ത് അവൾ ചാടുന്നല്ലോ. ഇത് സത്യമാണോ? നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? നാണമാകുന്നില്ലേ അത് പിന്നെയും കുത്തിപ്പൊക്കി എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കാം? നിങ്ങളിങ്ങനെ സ്ഥാപിക്കുന്നവർ ഏതായാലും ഞാൻ ദിവ്യമായിട്ടൊന്നും അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, അതിന്റെ ഉത്തരവാദിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്യും. നിങ്ങൾ ഹോസ്പിറ്റലിൽ പറയുന്നു, അങ്ങനെ ചെയ്തെന്ന് പറയുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാതിരിക്കുമായിരുന്നു. കാരണം
ഹനാൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളിക്കാരി എങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞെന്നും എനിക്കറിയില്ല. അപ്പോൾ അവരെൻ്റെ കൂട്ടുകാരിയല്ല. കാരണം എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാൽ അവരെൻ്റെ കൂട്ടുകാരിയല്ല. എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്നറിയാതെ വെറുതെ എന്നെ എത്തി ക്രൂശിക്കുന്നവരോട് ഞാൻ പറയാം, എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. ഇനി ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിൽ നീക്ക് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഉത്തരവാദിയെ കൊണ്ടുപോകാം. രേണു ഹനാനെ വെല്ലുവിളിക്കുവാണെങ്കിൽ ഹനാന് പോയിട്ട് ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാം. അതിന് വലിയ പാടൊന്നുമില്ല. ഇപ്പൊ രേണുവിന് എല്ലാ ഭാഗ്യവും കിട്ടിയേക്കുന്നത് സുധിച്ചേട്ടന്റെ പേരിലാണ്. രേണു അഭിനയിക്കുന്നതൊന്നും കൊള്ളത്തില്ലെങ്കിൽ പോലും ഇപ്പൊ വൈറലാണ്. അതിന്റെ കാരണം സുധിച്ചേട്ടനാണ്. മരിച്ചുപോയ ഒരു കലാകാരന്റെ ഭാര്യ, ആ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഇപ്പൊ രേണുസുതി സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയതും രേണുസുതി എന്ന പേരിലാണ്. സുധിയുടെ പേര് പുറകിലുണ്ട്. പേഴ്സണലി രേണുവിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് ചോദിക്കാനുള്ള അധികാരം നമുക്കില്ല. പക്ഷെ സുധീനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്കത് ചോദിക്കാം. കാരണം മരിച്ചുപോയൊരു കലാകാരനാണ്. അദ്ദേഹം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രേണുവിനെ മാർക്കറ്റ് ചെയ്യുന്നത് അതിലും വലിയ തെറ്റാണ്. മുൻ ഭർത്താവ് അറിയാമായിരുന്നു? ജോലി ചെയ്യുന്ന സമയത്ത് അയാളുമായിട്ട് ഇടപാടുണ്ടോ? ജോലി ചെയ്യുന്ന സമയത്തൊന്നും ഇവളൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഭയങ്കര ക്ലീൻ ആയിരുന്നു. ക്ലീൻ ഇമേജ് ആയിരുന്നു. അതായത് ഇവൾക്ക് ഇങ്ങനെ റിലേഷൻ ഉള്ളതായിട്ടോ ഒന്നുമില്ലായിരുന്നു. നമ്മൾ കാണുമ്പോൾ നല്ല ഫെയർ ആയിട്ട് എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു കുട്ടി. അപ്പൊ അത് കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവളെ. പക്ഷെ ഇവൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റിയൽ ക്യാരക്ടർ. ഇനി ഭാവിയിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ പോണെന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടല്ലോ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ ഇവള് ഫ്രണ്ടാന്ന് പറയാൻ എനിക്ക് നാണക്കേടാ സത്യത്തിൽ പറഞ്ഞു. ഈ ഹനാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണു മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫെക്റ്റ് ആണ്. ഇവരുടെയൊക്കെ മുമ്പിൽ ആദ്യമൊക്കെ ക്ലീൻ ഇമേജ് ആയിരുന്നു. ഒരു നെഗറ്റീവ് പോലും രേണുവിൽ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരുപാട് ഫ്രണ്ട് ആയപ്പോ ഹനാനോട് ഈ കാര്യമൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത്. അതും അറിയാതെ വായിൽ നിന്ന് വീണുപോയതാണെന്നാണ് പറയുന്നത്. രേണുവിന് മറ്റൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചോദിക്കാനുള്ള അവകാശമില്ല. കാരണം രേണുവിന്റെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിട്ടും സുധിച്ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ട് സുധിച്ചേട്ടനെ വെച്ച് പ്രൊമോഷൻ ഉണ്ടാക്കി ജീവിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.